ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. എൻ്റെയും കുടുംബത്തിൽ വാഴട്ടെ. ലോകത്തിപ്പോൾ അത് വാഴണ്ടേ? എന്താല്ലേ ലോകത്തിൽ കേൾക്കണത്? അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, ലോകത്തിൽ യേശുവിൻ്റെ വചനം പാലി ഓരോ കുടുംബവും ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ഭരണം മൊത്തം യേശുവിൻ്റെ കീഴിലാക്കുക. അപ്പോൾ യേശു പറയണ പോലെ കേൾക്കുക. യേശു പറയണ പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും കേട്ടാൽ ലോകം അപ്പടി യേശുവിനെ പോലെയുള്ള മനുഷ്യരാണെങ്കിൽ ലോകത്തിൽ എന്ത് രസമായിരിക്കും അല്ലേ? സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ ആകും. പിന്നെ രോഗങ്ങളൊന്നും നമ്മുടെ ഇടയ്ക്ക് കാണില്ല. കാരണം എപ്പോഴും ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയ്ക്ക് എന്ത് രോഗം വരാനാ എല്ലാം. അപ്പോൾ അങ്ങനെയാകട്ടെ. നീ രക്ഷപ്പെട്ടാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ മറ്റു മക്കളും കുടുംബത്തിയിട്ടൊക്കെ ആ രക്ഷകനെ പറ്റി പറയും. അപ്പോൾ എന്താ ഗുണം? മക്കളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഓരോന്ന് വലുതായിട്ട് അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു. നൂജനൊന്നും ജീവിതത്തിനെ പറ്റി ഒരു ലക്ഷ്യമില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിയില്ല. അപ്പോൾ ലക്ഷ്യബോധമില്ലാത്ത പണ്ടൊക്കെ ഒരു ആൾ വലുതായ വീട് വെക്കണം, പെങ്ങളെ കെട്ടിക്കണം, അല്ലെങ്കിൽ കുടുംബം രക്ഷപിടിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല വേണ്ടേ. ക്രിസ്തു യേശുവിൽ മക്കളെ വളർത്തിയാലാണ് നമുക്ക് വിതയ്ക്കണതേ കൊയ്യൂ. ഞാനായാലും ആരായാലും എന്ത് വിതച്ചാൽ എന്നെ കുമ്പളം നട്ടാ മത്തയോ മത്ത കുത്തിയ കുമ്പളം ഉണ്ടാവൂല. അപ്പോൾ നമ്മൾ വിതയ്ക്കണതേ കൊയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. വചനം എന്താ? യേശുക്രിസ്തുവിൽ ഞാൻ ആരാകുന്നു. അതെപ്പോഴും ഓർക്കണം. ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്താ? ഇനി ഞാൻ എന്തിനാ യേശുക്രിസ്തുവിനെ പഠിക്കണം? യേശുക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഞാൻ എന്തിനാ യേശുക്രിസ്തുവിനെ ആരാധിക്കണം? എന്തിനെ സ്തുതിക്കണം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു അത് ദൈവമാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും. നമുക്കെല്ലാം സർവ്വ നന്മയാലും നമ്മളെ അനുഗ്രഹിച്ച് വിട്ടേക്കണേ. നമ്മുടെ നാവിൻ്റെ അറ്റത്താ ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെ സുവിശേഷക്കാരൊക്കെ ആണതും അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറണതൊക്കെ അവർ ദൈവത്തിനെ പഠിക്കുകയാണ്. അപ്പം നമുക്കും അങ്ങനെയൊക്കെ ആകാൻ പറ്റും. ഒരാൾക്ക് തന്നെയൊന്നും അല്ല. യേശുക്രിസ്തുവിൽ ഞാൻ ആരാകുന്നു അതെപ്പോഴും ഓർക്കണം. ഞാൻ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്, വിശേഷതയേറിയ മകളാണ്. അപ്പോൾ ഞാൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവവുമായിട്ട് അടുത്തു. ക്രിസ്തുവിൽ കൂടി മാത്രം നമുക്ക് ദൈവത്തിൻ്റെ അടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട മകളായി ഞാൻ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൽ കൂട്ടവകാശിയായി ആകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മകളായപ്പോൾ ഞാൻ ലോകത്തിൻ്റെ എല്ലാത്തിനും അവകാശിയായി. എനിക്ക് വേണ്ടിയാണ് എല്ലാം ദൈവം സർവ്വ നന്മയാൻ സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചേക്കുന്നതും എന്നോട് വാണോളം പറഞ്ഞേക്കുവാണ്. അപ്പം മക്കളെങ്കിൽ അവകാശിയല്ലേ, കുടുംബത്തിൻ്റെ അവകാശിയല്ലേ. അപ്പോൾ നമ്മൾ സ്വർഗത്തിനും ഭൂമിക്കും അവകാശിയായി. ഞാൻ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാണ്. ഞാനൊരു നീതി പ്രവൃത്തി ചെയ്തിട്ടല്ല. ഞാൻ യേശുക്രിസ്തുവിലാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളായത്. യേശുവാണ് എനിക്ക് വേണ്ടി എൻ്റെ പാവങ്ങളും ശാപവും പാരമ്പര്യവും സ്വഭാവഗുണവും എല്ലാം കണ്ട് ക്രൂശിൽ കയറി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ഞാൻ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തന്ന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു നീതി എന്ന് പറഞ്ഞാൽ സൗജന്യദാനം എന്നർത്ഥം. അപ്പോൾ അതെപ്പോഴും ഓർക്കണം. അങ്ങനെ ക്രിസ്തു യേശുവിനെ കൊണ്ടുള്ള പ്രയോജനം കേട്ടോ. ഞാൻ യേശുക്രിസ്തു ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് പോയി. യേശുവിലാവുമ്പോൾ എൻ്റെ പഴയ ജഡസ്വഭാവം ഒക്കെ മാറിപ്പോയി. ഇത് വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ഓരോന്നും നമ്മൾ ചെയ്ത പാവങ്ങളുടെ കുറ്റബോധം കൊണ്ടൊരു മനുഷ്യൻ ജീവിതം അപ്പടിയും കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. എന്നെ സൃഷ്ടിച്ചേക്കണം. എന്നെ യേശുവിനെ എന്നിൽ വസിച്ചോടെ ലോകത്തിനൊരു അനുഗ്രഹമാകാനാണ്. ഞാൻ യേശുക്രിസ്തുവിൽ സ്വർഗീയ പൗരത്വം നേടിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സ്വർഗത്തിലും പൗരത്വം നേടിയിരിക്കുന്നു. എന്നെ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ യേശുവിൽ ഇരിക്കുകയാണ്. സ്വർഗത്തിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. മണവാട്ടി സഭയുടെ മണവാട്ടിയാണ്. ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത്രയും പറഞ്ഞ് നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾ യേശുവിനെ പഠിക്കുക. ജാതി മതവും നോക്കണ്ട. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. നമ്മുടെ മക്കളൊരു അനുഗ്രഹമായി മാറും. നമുക്ക് അവർ വഴിതെറ്റി പോകാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യേശുവിനെ പഠിക്കാണ്ട് ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ മാറില്ല. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അനിതാപ്പിയുടെ കൊച്ചിൻ്റെ മോതിരയിടലിൻ്റെ ചടങ്ങിൻ്റെ ഉണ്ട്, പിന്നെ മുടിയുടെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും എപ്പോഴും കരാട്ടിനാണോ എന്ന്. അപ്പോൾ കരാട്ടിനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു വന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഹെയർ ലാക്സിൻ്റെ ഒക്കെ ക്രീമുകളൊക്കെ ഇരിക്കുവാണ്.
നമുക്ക് ലാഭം അതിന് ചാർജ് കുറവാണ് അതിൻ്റെ ക്രീമൊക്കെ മേടിക്കാൻ. ഇത് കരാട്ടിനാണ് എല്ലാവരും ചോദിച്ചു തന്നെ. ന്യൂജൻ എപ്പോഴും അത് ചോദിച്ചു വരും. പ്രായം ചെന്നവരാണ് റേറ്റ് വ്യത്യാസത്തിൽ പിന്നെയും ചോദിക്കുള്ളൂ. പക്ഷെ അവരുടെ മുടിയിൽ കരാട്ടിനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വൈറ്റ് ഹെയർ വന്നിട്ട് നമ്മൾ കളറൊക്കെ ചെയ്ത് ഇങ്ങനെ ഫ്രിസി ആയിട്ടിരിക്കണം മുടിയിൽ പോയി. പിന്നെയും കെമിക്കലാണ് ഷോസ്കോഫിൻ്റെയൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, എങ്കിലും അത് കെമിക്കലല്ലേ. അപ്പോൾ പിന്നെയും കെമിക്കൽ ചെയ്യുമ്പോൾ മുടി ഫ്രസ്സി ആവുകയാണ്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്, അതൊരു കവറിങ് ആണ്. അപ്പോൾ മുടിയിൽ ഇങ്ങനെ അയൺ ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കഴുകിയിട്ട് വിടുക. ഒരു 40 മാസമൊക്കെയാണ് പറയണത്. പക്ഷെ ഒരു 8 നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്താൽ 8-9 മാസം നമുക്ക് നന്നായിട്ട് ഗ്ലാമറിൽ സോഫ്റ്റായിട്ട് മുടി കിടക്കും. പിന്നെ വളർന്ന മുടി തലയുടെ ഉള്ളിൽ നിന്ന് വളർന്ന ആഫ്റ്റർ കെയറിൽ മെച്ചപ്പെട്ട് വരികയും ചെയ്യും കേട്ടോ. പിന്നെ മൾട്ടി വിറ്റാമിൻ നോക്കണം, D3 ടെസ്റ്റ് ചെയ്യണം, പിന്നെ പച്ചക്കറി മുട്ട കഴിക്കണം. അങ്ങനെ നമ്മൾ ആരോഗ്യം, അത് നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല ഭംഗിയാക്കും. നമ്മളെ ശ്രദ്ധിക്കുക. നമ്മൾ വിശുദ്ധ മന്ദിരമാണ് ദൈവം വസിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. അമ്പലത്തിലും പള്ളിയിലോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കണേ. അപ്പം നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദൈവത്തിനോടുള്ള സ്നേഹമാവുന്നു. പിന്നെ അപ്പം മേക്കപ്പിന് മുന്നേ നമ്മൾ ലൈറ്റ് മേക്കപ്പാണ് ആ മൂക്ക് ചെയ്തേക്കണേ. കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത ഓരോ വീഡിയോയിൽ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ ഇടാം. അപ്പോൾ ലൈറ്റ് മേക്കപ്പിന് ഇപ്പോൾ യേശുവിൻ്റെ കൃപയാൽ എനിക്ക് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ പലയിടത്തുള്ള മേക്കപ്പ് ഇതൊക്കെ മാറി ഇപ്പോൾ പാർലറുകളിലേക്ക് സമീപിച്ചു തുടങ്ങി തോന്നുന്നു. മേക്കപ്പിന് കുറേ മേക്കപ്പൊക്കെ അടുത്ത ദിവസത്തേക്കൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ലുക്കിലുള്ള മേക്കപ്പിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇതിലുള്ള മേക്കപ്പ് നമ്മൾ ചെയ്യും. പിന്നെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഫേഷ്യലൊക്കെ ആയാലും നമ്മൾ ഈ വെയിലത്ത് ഞാനിപ്പോൾ നോക്കുക, എൻ്റെ കൈക്ക് 2 കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ കൈയിരിക്കുന്നത്. വേനലാകുമ്പോൾ എനിക്ക് വെയിലത്ത് ഞാൻ ഇറങ്ങണ കൊള്ളൂല. ഈ റോഡ് ക്രോസ് ചെയ്ത് രേവതി ഗോൾഡൻ ഡയമണ്ട്സിലൊന്ന് പോകണുള്ളൂ. പക്ഷേ കൈ പെട്ടെന്ന് കളർ, കൈയും കാലും ഒക്കെ വെരി ഡ്രൈ സ്കിന്നാണ് എൻ്റെ. അപ്പം നമ്മൾ എൻ്റെ ടാനിങ് അതൊക്കെ ഇട്ടൊന്ന് ശരിയാക്കിയാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കാര്യം ഇപ്പം ബ്രൗൺ ബ്യൂട്ടിയാണ് ഏറ്റവും ഫാഷനെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു കളറിൻ്റെ ഒരു കൊതി കാണൂല. കളറുണ്ട്, പക്ഷെ ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ കളറ് അതിൽ കൂടുതൽ വെളുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് കളർ ദൈവം തന്നോ ആ കളർ മതി. അതിൽ കൂടുതൽ നമുക്ക് തന്നതെല്ലാം നല്ലതാണ്. അതിൽ കൂടുതൽ വേറൊരാക്കട കളറിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ബ്യൂട്ടി പാർലർ ബ്ലീച്ച് യൂസ് ചെയ്യണില്ല. എല്ലാ ബ്രാൻഡ് സംഭവമാണ് നമ്മൾ ബ്യൂട്ടി പാർലർ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. എപ്പോഴും ബ്യൂട്ടി പാർലർ എവിടെ ചെന്നാലും കാണുന്ന ഇങ്ങനെ കുറവും നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. എവിടെ ചെന്നാലും എല്ലാം തലയും എത്തും, എല്ലാം ബ്രാൻഡഡ് യൂസ് ചെയ്യുക കേട്ടോ. പണ്ട് ബ്രാൻഡഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിലയുള്ള സംഭവം അതൊന്നുമല്ല. അവർ പറഞ്ഞേക്കണ ക്വാളിറ്റി അതിൽ കാണുമെന്നാണ്. അപ്പോൾ എല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക, എന്നിട്ട് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. ശരി. ഹലോ, യേശുവിൻ്റെ കൃപയാൽ ഇന്ന് എൻ്റെ പെൺകൊച്ചിൻ്റെ നിവേദിത കൊച്ചിൻ്റെ മോതിരം ഗെയിമായിട്ടാട്ടോ. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അൻഡാപ്പിയുടെ കൊച്ചാട്ടോ. നിങ്ങൾ ഓർക്കും എൻ്റെ പെൺകൊച്ചെന്ന് ഞാൻ എപ്പോഴും പറയാറ്. അപ്പോൾ കൊച്ചിൻ്റെ മോതിരം ഗെയിമായിട്ടാണ്. ഇനി 5-ാം തീയതി 7-ാം തീയതി 10-ാം തീയതി മൊത്തം ഫുൾ പരിപാടികളാണ്. ഞങ്ങളൊക്കെ ഫുൾ എൻജോയ് ചെയ്യാനിരിക്കുകയാണ്. കുറച്ച് സിമ്പിളായിട്ട് ഒരുങ്ങിയേക്കണം കേട്ടോ. സിമ്പിളായിട്ട് വലിയ ഇങ്ങനെ ചെറിയ ചടങ്ങുള്ളൂ, കുടുംബാംഗങ്ങൾ മാത്രം. അപ്പോൾ സിമ്പിളായിട്ട് അതിനല്ലെങ്കിലും സിമ്പിളായിട്ട് ഒരുങ്ങണേ ഇഷ്ടമുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഒരുങ്ങിയേക്കണേ. ഇന്ന് ഞങ്ങളുടെ കൈപ്രയോഗോടെ ഒക്കെ വന്നു കേട്ടോ. തന്നെ ഒരുങ്ങാനൊക്കെ ഇരുന്ന് ഇന്ന് ഞങ്ങളോട് കയറി ഒരുക്കാമെന്ന് നിർബന്ധമായിട്ട് ഏർപ്പിടിച്ചു. അപ്പോൾ ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ട അപ്പം അല്ലെങ്കിൽ അപ്പം തന്നെ പറയും അമ്മയാലോ, വേറെ എന്തും പറയാലോ. അപ്പോൾ ഇനി അൻഡാപ്പിനോടെ കണ്ടാലോ, അൻഡാപ്പിനെ ഒരുങ്ങണില്ലെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി ഒരുക്കിയതാണ്. ഈ അമ്മമാരൊക്കെ ഈ ഫോട്ടോയിലൊക്കെ ഗ്ലാമറിൽ നിന്നില്ലേ ശരിയാവില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊച്ചിൻ്റെ കൂടെ അമ്മ വന്നത് അങ്ങനെ ഒരുക്കിയതാണ്. എപ്പോഴും കല്യാണ പെൺകൊച്ചിൻ്റെ കൂടെ അമ്മമാരൊക്കെ ഒരുങ്ങാൻ പോട്ടെ. നമ്മുടെ ഫോട്ടോസും ഇതൊക്കെ അന്നല്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ നോക്കിക്കൊള്ളൂന്നേ. അപ്പോൾ നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സമാധാനം, സന്തോഷം, സ്വസ്ഥതയും രാജകീയമായിട്ട് ഈ കല്യാണം നടക്കാനും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കിട്ടാനും അനുഗ്രഹിക്കപ്പെട്ട തലമുറേനെ കൊടുക്കാനും എല്ലാം പ്രാർത്ഥിക്കണം. എനിക്കറിയാം ഇത് കാണുന്ന എല്ലാവരും മുക്കുമാറും ഫുള്ളും തന്നെ പ്രാർത്ഥനക്കാരാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നറിയാം. അപ്പോൾ യേശുവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം വാഴട്ടെ. ശരി. துடிக்குது எந்த நெஞ்சம்மா, சிலு 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 சிலுவன கொஞ்சம் செல்லம்மா, சட 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 மழையன வந்தேன் கண்ணம்மா. திருநாள் இதுவா இதயம் தரவா, ஊரே தேன் மெதுவா கொஞ்சி கொஞ்சி வரவா, பட 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 படவன எந்த கண்ணம்மா,
ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്ക് ഓവറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും, അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ്, അതല്ലേ ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടോ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെയാണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിലെ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. ഇത് നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇതിവിടെ ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിൽ നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞത് പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷെ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയാണ്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അറിയണല്ലോ എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോലെ. ശരി എന്നാ. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണ. പേരൊന്നും പറയണ്ട, അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുക, ഇവിടെ മര തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം, മുഖം കാണിക്കാൻ എപ്പോഴും സുന്ദരിക്കോയെ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടാൽ ഈ മുടിയുടെ ചെയ്തിട്ടുണ്ട് ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ, അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത്. ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ പറഞ്ഞു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ, അടിയൊക്കെ വടി പോലെ കിടക്കുന്നത്. യേശുവിൻ്റെ കൃപയാൽ അടിയൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ, അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണേ. പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാഷാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴി പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാണ്. ഓരോ വാഷിനും ഇങ്ങനെ കഴുകി പോവും. പക്ഷെ കളർ ചെയ്യണം മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും.
നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കുന്നത്. അടിപൊളിയല്ലേ നോക്കി. യേശുവിനെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയത്. കണ്ട സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ അന്നേ ആദ്യമായിട്ട് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷെ ചുളു എന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ എൻ്റെ മുടി ചുരുട്ടി താങ്ങും പറഞ്ഞു. പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തു നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞപ്പേ അമ്മ കാര്യം എനിക്ക് ചുരുട്ടി തന്നെ പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുരുട്ടണമെന്ന് പകുതിയായപ്പോൾ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാൽ.